ഇരുട്ടിന്റെ അവകാശത്തിൽ നമുക്കില്ല, നമ്മൾ സ്വർഗീയന്റെ അവകാശക്കാരാണ്. Amen. We are not the people of darkness, rather we are the people of light. അത് വെളിപ്പെടണമോ ജലത്തിലൂടെ ഇറങ്ങി കരയിൽ കയറണം. If that needs to literally happen in our life, we need to cross the sea. അതാണ് പുതിയ നിയമവ്യവസ്ഥയിലൂടെ വരുമ്പോൾ ഒരു സ്ഥിതിക്ക് വലിയ മാറ്റം വരുത്തുന്ന ജലസ്നാനത്തിന്റെ ആഴമുള്ള അർത്ഥം. You know, that is in the Old Testament. That same thing is mentioned in New Testament. That is about the water baptism. ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ എല്ലാം കഴുകിക്കളയുന്നത് പോലെ, ഒഴിവാക്കി കളയുന്നത് പോലെ, ഇനി അത് ഇല്ലെന്നുള്ളതല്ല, തിരിഞ്ഞു നോക്കിയാൽ പോലും നിന്നെ പിന്തുടരുന്ന പിശാചിന്റെ സൈന്യത്തെ കാണാൻ കഴിയാതെ വണ്ണം നീ മറ്റൊരു ദേശത്തെത്തിയിരിക്കും. Amen. As the authority of the Egyptians are ending, as the Israelites cross the sea, same way, if you are ready to take the water baptism, the claim of the devil over our life is completely getting washed out from your life. Amen. He cannot leave you to in the other land. അന്ന് വരെ സ്വീകരിച്ചിട്ടില്ലാത്ത ഭക്ഷണം, നിന്റെ ഭക്ഷണത്തിന്റെ ക്രമം പോലും മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. Even the people, those who have never enjoyed the food, that food even can be enjoyed after crossing the sea. മിസ്രൈമിലെ ഇറച്ചിക്കലത്തിന്റെ കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിലർ പറയാറുണ്ട്. You know, we remember the people of Israel sometimes remember about the meat that they were enjoying when they were in Egypt. അത് അറിയാതെ അവരുടെ അകത്ത് പിന്മാറ്റ ചിന്ത വരുമ്പോൾ പറയേണ്ടി വരുന്ന വാക്കുകളാണ്. You know, even though they cross the land, sometimes they come back to the memories of Egypt, how they were living in Egypt. അത് ഒരു കാലത്തും ഒരു ദൈവവേദന ഉണ്ടാകാതിരിക്കട്ടെ. Amen. Let such type of old memories, or when we were in darkness, whatever happened, that memories, let it not come in our life when we are in the light. ഉറപ്പാക്കുക നമ്മൾ ഇപ്പോൾ മിസ്രൈമിലല്ല. Make sure that you are not living in the land of Egypt. അവൻ മോശയോട് ചേർന്നു എന്ന് പറയുന്ന ഒരു വാക്ക് വേദപുസ്തകത്തിലുണ്ട്. There is a word that they have joined with Moses. പക്ഷേ മോശ അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ മിസ്രൈമിലും. But even Moses was also there when they were in Egypt. മോശയായി തുടങ്ങിയ, അതായത് ജനിച്ചു തുടങ്ങിയതും മിസ്രൈമിലായിരുന്നല്ലോ. Moses was even born in the land of Egypt. മോശ യാത്ര ചെയ്ത് പലത് കണ്ടു കേട്ട് ദൈവകൃപയും പ്രാപിച്ച് വീണ്ടും മടങ്ങി വന്നതും മിസ്രൈമിൽ തന്നെയാണല്ലോ. Even Moses experienced the presence of God and he led his life in the land of Egypt. അപ്പോൾ മോശയല്ലേ അവരെ വിളിച്ചിറക്കിയത്? അത് മോശയോട് ചേർന്നതായിരുന്നല്ലോ. Moses has led them out from the Israel and that is connected to him. ഇതൊക്കെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ വലിയ ആശയക്കുഴച്ചിലേക്ക് നമ്മൾ എത്തുമെങ്കിലും We may get many confusions if you connect with Moses. ചെങ്കടൽ കടന്നു അവർ മോശയോട് ചേർന്നു എന്നുള്ളതാണ്. You know, the Bible says as they crossed the Red Sea, they have joined with Moses. പുതിയ നിയമവ്യവസ്ഥയിൽ പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. If you say in New Testament period, we are for Christ. നമ്മെ വിളിച്ചതും വിളിക്കപ്പെട്ടതും ക്രിസ്തുവിന് വേണ്ടിയാണ്. We are called and for Christ. പക്ഷേ ക്രിസ്തുവിനോട് ചേരാൻ ഒരു വ്യവസ്ഥയുള്ളത് ജലസ്നാനത്തിലൂടെയാണ് നമ്മൾ ക്രിസ്തുവിനോട് ചേരേണ്ടത്. But as per the New Testament principles, it is through the water baptism we are getting one with Christ. വചനം ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, പിന്നാലെ ആകട്ടെ. എങ്കിലും ഞാൻ പറയട്ടെ, നമ്മുടെ മനസാക്ഷിയെ പോലും മാറ്റിമറിക്കാൻ ഈ ജലസ്നാനത്തിന് കഴിയും. I am not going deep into the word of God. Maybe we'll do that later. But even your thought patterns and your conscious realm can be changed through the baptism. ജലസ്നാനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ പ്രവൃത്തി എന്നേ ഉള്ളൂ. എങ്കിലും ദൈവം അതിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയും അതിനകത്ത് ദൈവം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Even though that is a simple act of water baptism, but it has a great revelation. Even there is a change in your conscious realm can happen through the water baptism. ഇവിടെയാണ് ദേവദാസൻ പറഞ്ഞ മറ്റേ വാക്കിലേക്ക് ഞാൻ മടങ്ങി വരുന്നത്. നമ്മൾ മൂന്ന് അവസ്ഥയുണ്ടെന്ന് പറഞ്ഞല്ലോ. Now I come back to the statement what the man of God had said. We go through three different processes. ദേഹം, ദേഹി, ആത്മാവ്. Mind, body, soul. ഇതിനിടയിൽ നമ്മെ നയിക്കേണ്ടത് മനസാക്ഷിയാണ്.
You know, the mind, the consciousness should lead us when we are in our life. അത് നമ്മുടെ സോളിൽ ഡെവലപ്പ് ചെയ്യുന്ന ആത്മനിയോഗത്താൽ സംഭവിക്കുന്നതാണെന്ന് പുതിയ നിയമവ്യവസ്ഥയിൽ പറയുന്നു. But Spirit of God says in New Testament that should be moving forward with the connection of the Holy Spirit in our soul. അപ്പോൾ നമുക്കൊരു നല്ല മനസാക്ഷി കിട്ടിയില്ലെങ്കിൽ ആത്മീക ജീവിതം വേണ്ട വിധത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. So what we can understand is unless we have a good conscience before God, we may not be able to lead a good Christian life. കർത്താവിന്റെ ദാസൻ പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ക്രിയ. Even he has said about the process that is done by Holy Spirit. പരിശുദ്ധാത്മാവ് രണ്ട് കാര്യം ചെയ്യുന്നു. ഒന്ന്, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം കഴിക്കും. Holy Spirit does two things in our life. First thing is he intercedes for us. അതുപോലെ തന്നെ ദൈവഹിതപ്രകാരമാകാൻ നമ്മോടും ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും. And second thing what Holy Spirit does is he will continuously insist inside of us to lead a life according to the word of God. ഇവിടെ വചനത്തിന്റെ പഠനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. So there comes the importance of Bible study. വചനം നമ്മെ പഠിപ്പിച്ച് നമ്മൾ ആ നിലയിലാകാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത് വേണ്ടത്. So first intention as a believer should be learn from the Bible and try to lead a biblical lifestyle. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് നമ്മുടെ മനസാക്ഷിയെ രൂപാന്തരപ്പെടുത്തുന്നതിന് ജലസ്നാനത്തിൽ ഒരു പങ്കുണ്ടെന്ന് എഴുതിയിരിക്കുന്നല്ലോ. When Bible states that with the water baptism there is a role of Holy Spirit that comes to our spirit and we will become one even through the water baptism. അങ്ങനെ ആത്മീക തലത്തിലെ വലിയൊരു സ്റ്റെപ്പ് മാറ്റം ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു ശുശ്രൂഷയാണ് ജലസ്നാനമെന്ന് തൽക്കാലം ധരിച്ചിരിക്കുക. You know, make sure that water baptism is a very major step in the spiritual life that can even change our lifestyle as a Christian. ഇനി വെർഷൻ ഒന്ന് മാറ്റി പിടിച്ചാൽ, if we change it to another side, നല്ല മനസാക്ഷി തള്ളിക്കളയാനും ഒരുപക്ഷേ നമ്മെ കൊണ്ട് കഴിയും. even we have the right to reject the good conscience. റൈറ്റ് എന്ന് നമ്മൾ പറയണ്ട, നമ്മൾ അത് ആക്കി വെച്ച് അങ്ങനെ ആയിപ്പോയേക്കാം. Even it's not a right, like we can do that. Even we have the permission to select what we can. നമ്മുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഞരങ്ങും നമ്മിലിരുന്ന്. Even if we leave the good conscience or if we reject the good conscience, Holy Spirit can grieve inside of us. വല്ലാതെ ക്ലച്ച് കടന്ന് കറങ്ങി തേഞ്ഞ് വണ്ടി ഓടാൻ പറ്റാത്ത സ്ഥിതി എത്തുമെന്ന് അറിയാമോ? You may be knowing that when we use vehicle or car for a long time, the clutch can get weak and loose and the vehicle may not go in a right way. ഇതുപോലെ നമ്മുടെ മനസാക്ഷി പാപത്തെ കുറിച്ച് വെറുപ്പില്ലാതെ എല്ലാം നമ്മിലായിക്കോട്ടെ എന്ന് വെച്ച ഒരു സഹകരണ മനോഭാവം, കോംപ്രമൈസ് ഉള്ള ആത്മീയത വെച്ചു പുലർത്താൻ നമുക്ക് പറ്റുന്നില്ല. You know, we as a believer of God, we should be in such a state that we should never get compromised with the sin or sinful atmosphere, because we belong to the kingdom of light and we should never compromise sin at any cost. കർത്താവിന്റെ വാക്കിന് പ്രാധാന്യത. അവർ ലോകക്കാരല്ല. Here comes the importance of the word of God. We are not the people belongs to world. യോഹന്നാൻ 17:16 വായിച്ച വാക്കാണത്. അത് വാക്ക് 17:16 ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. John 17:16 states that as I am not belong to world, they doesn't belong to this world. ഇവിടെ സാമ്യം മറ്റാരുമായിട്ടില്ല. പാസ്റ്റർ ജി എന്ന് നിങ്ങൾ പറയുന്ന അദ്ദേഹത്തിനെ അതെ നമുക്ക് കാണാനില്ല. വസ്ത്രമ എന്ന് പറയുന്ന രൂപത്തിൽ പറയുന്ന ആളിനെ സൂക്ഷിക്കേണ്ട. അപ്പച്ചൻ എന്ന് പറയുന്ന ആളിനെ നിങ്ങൾ കണക്കാക്കേണ്ട. നിങ്ങൾ കണക്കാക്കേണ്ടത് കർത്താവിനെയാണ്. You know, we should never compare your holiness or your lifestyle with any person, not even with pastor, any man of God, but your comparison of holiness should be with Jesus Christ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികനല്ലെന്നൊരു സ്റ്റേറ്റ്മെന്റ്
നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. Jesus has already stated that as I am not of world, they do not belong to this world. ഈ കാഴ്ചപ്പാട് വരുമ്പോഴാണ് നല്ല മനസാക്ഷിക്കുള്ള ഒരു അപേക്ഷ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. When we literally mean this word that God is not of the world, we are not for the world, then our intention should be to get good conscience in the presence of God. ജസ്റ്റിഫിക്കേഷൻ പ്രഖ്യാപനമാണെങ്കിൽ, If justification is by words, is declaration. ആമേൻ. സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ് ആണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? Sanctification is a process, as he said. ഈ പ്രോസസ്സിലാണ് നല്ല മനസാക്ഷി വരേണ്ടത്. During this process of sanctification, we should enter into the good conscious realm. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞാൽ അനന്തര ഫലം ദയനീയമാണ്. വിശ്വാസ കപ്പൽ താകളയും. If we reject the good conscience during the process of sanctification, our life may be miserable and we may not be able to lead the Christian life. നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലിരുന്ന് ഞരങ്ങാൻ അധികകാലം നമ്മൾ അവസരം കൊടുക്കരുത്. Never allow or never continue to allow to grieve the Holy Spirit that is inside of us. നമ്മിൽ ആ ഗ്രീവ് അതന്നെ നമ്മിൽ ആദ്യം ഉണ്ടാകട്ടെ. Let that grieve happen in our conscious realm. പാപത്തോട് വാസ്തവമായ ഒരു വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് യഥാർത്ഥ സാങ്ക്ടിഫിക്കേഷൻ. You know what is the real sanctification is when we feel rejection or when we feel hatred to the sin. That is actually the process of sanctification. നിശ്ചയമായും ആ വെറുപ്പ് നമ്മിൽ ഉളവാകാൻ നമ്മളാണ് ഒരുക്കേണ്ട വഴി. You know, we should prepare ourselves or we should be ready so that we will feel hatred to the sin or sinful atmosphere in our lives. നമുക്ക് സാധ്യമല്ലെന്ന് ഞാൻ സമ്മതിച്ചുകൊണ്ട് പറയുന്നു, ദൈവാത്മാവിനെ സാധ്യമാക്കാൻ കഴിയും. I am very sure that we cannot be able to be holy, but Holy Spirit can help us to lead a holy life. ഞാൻ ആരെന്ന് തന്നെ ചോദിക്കേ. Let us examine ourselves. Who am I in Christ? ഞാൻ വെളിച്ചത്തിലുള്ളവൻ. I am person to live in light. ഞാൻ ഈ രാജ്യത്തിലുള്ളതല്ല, വേറൊരു രാജ്യക്കാരൻ. I am not a person for this world, but I am a citizen of another world. ഭൂമിയിലുള്ളത് മാത്രം സങ്കൽപ്പിച്ചും ഭാവിച്ചും ഭാവനയിൽ കണ്ടും സന്തോഷിക്കുന്നതല്ല ആത്മീയത, സ്വർഗ്ഗത്തിലുള്ളത് അന്വേഷിക്കുന്നവരാണ്. The spirituality is not something we always think about world and worldly pressures. Rather, as a person of Christian life, we need to enjoy and we need to expect great things from heaven. ദൈവം അത് ചെയ്യുവാൻ വിശ്വസ്തൻ. God is ready to do that for us. സമർപ്പിച്ചു കൊടുക്കാം. Let us submit ourselves to the Lord. ഹൃദയം പകർന്ന് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Let you submit yourselves to the presence of God for a great sanctification process that can happen in our lives. ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക, മനസാക്ഷിക്ക് വല്ല അപാകതയും ഭവിക്കുന്നുണ്ടോ? I encourage you as a believer of God, let us examine ourselves in our day-to-day life. How is our conscience in the presence of God? എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കുന്നവരാണ്. If you feel that you are not in good conscience, you are a person who is grieving the Holy Spirit. വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഹുമനയോസും അലക്സാണ്ടറും വിശ്വാസ കപ്പൽ തകർന്നുപോയി. Bible states in New Testament, Hymenaeus and Alexander, they fell away from the presence of ഇത് God. നമ്മൾ ഭയത്തോടെ ഓർക്കണം. And we need to be frightful, we need to be fearful when we read the word of God. ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ചാട്ടെ. Can we all close our eyes and be in the presence of God? നമ്മൾ ലോകക്കാരല്ല. We are not the people of world. ഉറപ്പിച്ചു പറയുക, നമ്മൾ ലോകക്കാരല്ല. Make sure and state by yourself, I am not a person belong to this world. യേശുവിനോട് പോലും പിശാച് ചോദിച്ചു, നീ വാസ്തവമായ ദൈവത്തിന്റെ പുത്രനെങ്കിൽ. Even we know Satan came to Jesus and asked, if you are a son of God. Praise God. Amen. ആ ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. Even that same question is in front of us. ആ ചോദ്യത്തിന് മുമ്പിൽ ആമേൻ കർത്താവേ എന്ന് ആദ്യം പറഞ്ഞിട്ട് പിശാചിനോടും പറയാൻ കഴിയട്ടെ, ഞാൻ ലോകക്കാരനല്ല. Even that same question Satan is asking you, are you a real child of God? So
if you hear that voice from the Satan, let you say that, Amen, I am a child of God, and then cancel the plans of devil. ആമേൻ. Amen. കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥന നമ്മെ സഹായിക്കട്ടെ. Can we all stand up, close our eyes, and spend in the presence of God? Amen. Let's sing this song, worship God. Amen.